എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. നാടിന്റെ കൂട്ടായ്മയിൽ പണ്ടാരപ്പാടത്ത് ഇനി ജൈവ പച്ചക്കറി വിളയും. ആബിദ് ഹുസൈൻ തങ്ങൾ MLA വിത്ത് നട്ട് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ കൂട്ടായ്മയിൽ കോളമംഗലം പണ്ടാരപ്പാടത്ത് ഇനി ജൈവ പച്ചക്കറി വിളയും. ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഹരിതം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 3 ഏക്കർ പാടശേഖരത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിഷരഹിതമായ പച്ചക്കറികൾ നാട്ടുകാർക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മത്തൻ, ചിരങ്ങ, വെള്ളരി, വിവിധ ഇനം പയറുകൾ, ചീര, തണ്ണിമത്തൻ, വെണ്ട, മത്തൻ, കക്കരി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. നാട്ടിലെ മുതിർന്ന കർഷകനായ PT അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ PK അബ്ബാസ്, TT ഷാജഹാൻ, CK സുലൈമാൻ, VP അഷ്കർ, AP ഷൗക്കത്ത് അലി, TT സൈനുൽ ആബിദ്, VT റഫീഖ്, C നജ്മുദ്ദീൻ, TT മുനവ്വിർ, നൂറുൽ ആബിദ് നാലകത്ത് എന്നിവരാണ് കൂട്ടായ്മയിൽ ഉള്ളത്. കോളമംഗലം പണ്ടാരപ്പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങൾ MLA വിത്തിറക്കി ഉദ്ഘാടനം ചെയ്തു. കോളമംഗലത്ത് 10-15 വർഷമായി ഒരു നല്ല പ്രവർത്തനം എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാർക്ക് ഗുണകരപ്രദമായ ആവശ്യമായ കാര്യങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഗ്രീൻ പവർ എന്നത്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലൊക്കെ, സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അത് മറ്റൊരു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക്. ജൈവ പച്ചക്കറി ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്കിതിലൂടെ സൂചിപ്പിച്ചതുപോലെ രോഗികളുടെ എണ്ണവും രോഗങ്ങളുടെ വർധനവും ഒക്കെ ഉണ്ടാകുന്നത് കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരം വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ പ്രദേശത്തെ ചുറ്റുപാടുള്ള ആളുകളെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം. അത്തരമൊരു മഹത്തരമായ കാര്യം ഏറ്റെടുത്ത ഗ്രീൻ പവറിന്റെ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു. PK അബ്ബാസ് അധ്യക്ഷനായി. തട്ടാരത്തൊടി മുഹമ്മദ് കുട്ടി, ബഷീർ ഹാജി, ഷാജഹാൻ എന്നിവരാണ് കൃഷി ഇറക്കുന്നതിനുള്ള ഭൂമി വിട്ടു നൽകിയത്. നെൽകൃഷി അടക്കം കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹരിതം കർഷക കൂട്ടായ്മ പ്രവർത്തകർ.